ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം മേക്ക് ഇൻ കേരളയാണ്. നമ്മൾ ഹിന്ദി ഭാഷയിൽ വരുന്ന പ്രയോഗങ്ങൾ നമ്മളെപ്പോഴും ഇന്ത്യക്കാർ കളിയാക്കാറുണ്ട്. ആത്മനിർഭർ ഭാരത്, അതിനെ കളിയാക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വെർഷൻ തന്നെയാണ് മേക്ക് ഇൻ ഇന്ത്യ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ 10-11 വർഷമായിട്ട് ഈ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയാണ് മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളത്. അതായത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങാവൂ, അല്ലെങ്കിൽ അതിൻ്റെ 70% കൂടുതൽ ഇന്ത്യൻ കോമ്പണൻ്റ് ആയിരിക്കണം എന്ന് ആദ്യം ശ്രീ നരേന്ദ്രമോദി പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഓർമ്മ വന്നത് ശ്രീ മഹാത്മാഗാന്ധിജിയുടെ സ്വദേശി പ്രസ്ഥാനത്തെ പറ്റിയിട്ടാണ്. അന്ന് സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് ഇന്ത്യ ബ്രിട്ടന് കീഴ്പ്പെട്ടിരുന്നൊരു കാലത്ത് നമുക്ക് ആവശ്യമുള്ള തുണി പോലും ഏറ്റവും കൂടുതൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള തുണികളായിരുന്നു. മിൽ തുണികൾ നമ്മൾ അവിടെ നിന്നാണ് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് പലരും ഖദർ ധരിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ സാങ്കത്യം എന്തായിരുന്നു എന്ന് ഈ ഖദർ ഇടുന്ന പലർക്കും അറിയത്തില്ല. അന്ന് ഇന്ത്യയിൽ നിന്ന് പരുത്തി കൊണ്ടുപോയി അവിടെ ബ്രിട്ടീഷ് അധീന കോളനികളിലും രാജ്യങ്ങളിലും കൊണ്ടുപോയി അതിനെ പ്രോസസ്സ് ചെയ്ത് തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു രീതിയായിരുന്നു, ഇന്ത്യയിൽ കൊണ്ട് തുണിയാക്കി വിൽക്കുന്ന ഒരു രീതിയായിരുന്നു ഒരു സമയത്തുണ്ടായിരുന്നത്. മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന സ്ഥലമൊക്കെ അങ്ങനെ ഉണ്ടായ പ്രദേശങ്ങളായിരുന്നു. ഏറ്റവും കൂടുതൽ തുണി കയറ്റുമതി ചെയ്യുന്ന സ്ഥലങ്ങളായിരുന്നു മാഞ്ചസ്റ്റർ. ഇപ്പോൾ ആദ്യം അവരുടെ ആ കുത്തക ഒഴിവാക്കണമെങ്കിൽ നമ്മൾ തുണിയിലുള്ള പരുത്തി ഏറ്റവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യ ആണെങ്കിൽ പോലും തുണിയില്ല. അതിൻ്റെ കാരണം നമുക്ക് വ്യവസായങ്ങളില്ല, അത് പ്രോസസ്സ് ചെയ്യാനുള്ള ടെക്നോളജി ഇല്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് മഹാത്മാഗാന്ധി കണ്ടുപിടിച്ച ഒരു പരിഹാരമായിരുന്നു നൂത്ത് തുണി ഉണ്ടാക്കുക എന്നുള്ളത്. ഒരു പരിധിവരെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ഈ സ്വദേശിയും ഖാദിയും നൂൽപ്പുമായിരുന്നു. ഗാന്ധിജിയുടെ പടങ്ങളിൽ നമ്മൾ നൂൽപ്പില്ലാത്ത ഗാന്ധിജിയെ കാണാൻ വലിയ പാടാണ്. കാര്യം അത് ചരിത്രത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി പോയി എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ത്യ കോടിക്കണക്കിന് രൂപ നമ്മൾ വിദേശത്ത് നിന്ന് പല സാധനങ്ങളും ഇറക്കുമതി ചെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പറ്റുന്ന സാധനങ്ങളാണെന്നിരിക്കെ എന്തിന് നമ്മൾ വെളിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ളത് ഒരു ഇഷ്യൂ. രണ്ടാമത്തത്, ഇതിനെല്ലാം വേണ്ടി നമുക്ക് ചിലവാക്കേണ്ടി വരുന്നത് ഫോറിൻ കറൻസിയാണ്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക